ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സ്വിച്ച് ഓൺ ആക്കുക. ഈ 3 സ്വിച്ച് എല്ലാം ഓൺ ആക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് 2 വേ ഉണ്ട് ചെയ്യാൻ. ഒന്ന് പാരലൽ ഫ്ലോ ഉണ്ട്, പിന്നെ കൗണ്ടർ ഫ്ലോ ഉണ്ട്. പാരലൽ ഫ്ലോ ആകുമ്പോൾ ഇതിലെ കൂടി ഹോട്ട് വാട്ടർ പോകുന്നുണ്ടാവും. ഈ T1 to T2 എന്ന് പറയും സ്റ്റീലിനുള്ളിൽ. പിന്നെ T3 എന്നാണ് കോൾഡ് വാട്ടർ വരുന്നത്. അപ്പോൾ പാരലൽ ഫ്ലോ ആക്കാൻ എന്ന് പറയുമ്പോൾ നമുക്ക് സെയിം ഡയറക്ഷനിലേക്ക് തന്നെ ഫ്ലോ വേണം. അതിനർത്ഥം നമ്മൾ T3ന്ന് T4ലേക്ക് പോകുന്ന രീതിയിൽ കോൾഡ് വാട്ടറിൻ്റെ ഫ്ലോ സെറ്റ് ചെയ്യണം. അതിന് ഈ വാൽവ് ക്ലോസ് ചെയ്ത് വെക്കുക, ഈ വാൽവ് ഓപ്പൺ ആക്കി വെക്കുക, ഈ വാൽവ് ക്ലോസ് ആക്കി വെക്കുക. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാകുമ്പോൾ പൂല ക്ലോസ്ഡ്, പാരലൽ ആയിട്ടുള്ളതാകുമ്പോൾ ഓപ്പൺ ആയിരിക്കും. ഇപ്പോൾ T3യിലെ കോൾഡ് വാട്ടറിൻ്റെ ഫ്ലോ ഇതിലേ വരും, സെയിം ഡയറക്ഷനിലേക്ക് തന്നെ പോകും. എന്നിട്ട് എക്സിറ്റിലേക്ക് ഔട്ട്ലെറ്റിൻ്റെ അതും ഓൺ ആക്കി വെക്കുക. അപ്പം പാരലൽ ഫ്ലോ ആവും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് മാസ് ഫ്ലോർ, ഇത് ഫ്ലോറേറ്റ് അല്ലേ, ഫ്ലോറേറ്റ് എടുക്കാനുണ്ടാവും. അപ്പം ഇത് കോൾഡിൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഹോട്ടിൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോട്ടിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള വാൽവാണിത്. ഈ സാധനം വെച്ചിട്ട് നമുക്ക് ഇത് 100-ലോ 150-ലോ വെച്ചിട്ടാണ് ചെയ്യുന്നത് റെക്കോർഡിൻ്റെ അകത്ത്. 100-ൽ. അപ്പോൾ അത് വെച്ചിട്ട് എത്തിക്കുക. ഈ കോൾഡിൻ്റെ പാരലൽ ഫ്ലോയിൽ കൺട്രോൾ ചെയ്യാൻ ഇവിടുത്തെ ഔട്ട്ലെറ്റ് വാൽവ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ പാരലൽ ഫ്ലോൻ്റെ ആവും. കൗണ്ടർ ഫ്ലോൻ്റെ ചെയ്യുമ്പോൾ വെള്ളം ഹോട്ട് വാട്ടർ ചെയ്യാൻ തന്നെ പോകുന്നത്, അതിൽ മാറ്റില്ല. കോൾഡ് വാട്ടർ T3ന്ന് അങ്ങനെ കറങ്ങി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകണം. അപ്പോൾ നമ്മൾ ഈ വാൽവ് ഓപ്പൺ ആക്കി വെക്കും, ഇത് ക്ലോസ് ചെയ്യുക, ഇത് ഓപ്പൺ ആക്കിയിട്ട് തന്നെ വെക്കുക. കാരണം ഇത് ഔട്ട്ലെറ്റ് ആയിട്ടായിരിക്കും വരിക. അതിലേ വന്ന് അപ്പോൾ ഇടിയും ക്ലോസ് ആക്കി വെക്കാം. കോൾഡ് വാട്ടർ അതിലേ വന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൂടി പോയി ഔട്ട്ലെറ്റിലേക്ക് കൂടി അങ്ങ് ഇറങ്ങിപ്പോകും. അപ്പോൾ ഇതിൻ്റെ അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോട്ട് വാട്ടറിൻ്റെ ഫ്ലോ റേറ്റ് ഇത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുക. ഇവിടെ ഇപ്രാവശ്യം കൗണ്ടർ ഫ്ലോൻ്റെ അകത്ത് കോൾഡ് വാട്ടറിൻ്റെ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഈ വാൽവാണ് ഉപയോഗിക്കുക. കാരണം ഇതല്ലേ ഇപ്പോൾ ഉള്ള ഔട്ട്ലെറ്റ്. പിന്നെ ടെമ്പറേച്ചർ റീഡിങ് എടുക്കുക. T1ഉം T2ഉം എടുക്കണം. പാരലൽ ഫ്ലോയിൽ T1 എടുക്കണം, T2 എടുക്കണം, T3 എടുക്കണം, T4 എടുക്കണം. കൗണ്ടർ ഫ്ലോയിലാവുമ്പോൾ T4ന് പകരം T5 ആണ് എടുക്കണം. കാരണം കൗണ്ടർ ഫ്ലോയിൽ അതാണ് നമ്മൾ ഔട്ട്ലെറ്റായിട്ട് എടുക്കുന്നത്. ഇതാ കൺട്രോൾ ചെയ്യണം. അപ്പോൾ T5 ആണ്. T5. മറ്റേത് പാരലൽ ആകുമ്പോൾ ഇത് പാരലൽ ആകുമ്പോൾ ഏത് T4. T4. ഓക്കെ, കഴിഞ്ഞില്ലേ?